വാലി മേജർ അതിരൂപതയുടെ KCYM-ൻ്റെ യുവജന ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇന്ന് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ കാലികമായ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. യുവജനങ്ങളുടെ കഴിവ്, അവരുടെ കർമ്മശേഷി, അവരുടെ ബുദ്ധിശക്തി ഏതെല്ലാം തലത്തിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താം, അവരെ ഏതെല്ലാം മേഖലകളിലൂടെ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാം, അതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നു. അത്തരം ചർച്ചകൾക്ക് കൂടുതൽ കാലിക പ്രസക്തി ഉണ്ടാകുന്നത് യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംഘടിതമായ ചില ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതാണ്. നമുക്കറിയാം, ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷകർത്താക്കൾ അല്പം ആശങ്കയിലാണ്. കാരണം നമ്മളുടെ മക്കൾ, അവർക്കെന്ത് സംഭവിക്കുമെന്നൊരാശങ്ക. നമ്മുടെ വീടുകളിൽ അവരെ വളർത്തുന്നതിൻ്റെ കുറവ് കൊണ്ടോ അവർക്ക് നൽകുന്ന പരിചരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുറവ് കൊണ്ടോ അല്ല. നേരെ മറിച്ച് അവർ പുറത്തു പോകുമ്പോൾ നമ്മുടെ കഴിവുള്ള ചെറുപ്പക്കാരെ, യുവജനങ്ങളെ സ്വാധീനിക്കുന്നതിനും തെറ്റായ മാർഗത്തിലേക്ക് അവരെ വഴി തെറ്റിക്കുന്നതിനും സംഘടിതമായ ചില ദുർശക്തികൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊന്ന് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടവർ, മറ്റൊന്ന് അധാർമിക മാർഗത്തിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഇരകളായി അവർ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരെയാണ്. അവരെ എങ്ങനെ വഴിതെറ്റിക്കാം? കലാലയത്തിൻ്റെ നാലുകെട്ടിനകത്ത് ചെറുപ്പക്കാർ ഒത്തുകൂടുന്ന പ്രദേശങ്ങളിൽ അവരെ സ്വാധീനിക്കാനും അവരെ വഴിതെറ്റിക്കാനും നടത്തുന്ന സംഘടിതമായ ശ്രമം നമ്മുടെ സമൂഹത്തിലുണ്ട്. ധാർമ്മികത എന്നത് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യബോധമാണ്. ആ ധാർമ്മികമായ പശ്ചാത്തലത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി അധാർമികമായ മാർഗത്തിലൂടെ അവരെ സഞ്ചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ നമ്മുടെ ചുറ്റുപാടും ശക്തമായി നിലകൊള്ളുമ്പോൾ അവരിൽ നിന്നും എങ്ങനെ നമ്മുടെ യുവജനങ്ങളെ രക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ഇന്ന് സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അതിന് നമുക്കറിയാം, ഒട്ടേറെ യുവജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നമുക്ക് വ്യത്യസ്തമായി KCYM-ന് അതിൻ്റേതായ പങ്ക് വഹിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ ചെറുപ്പക്കാർ, നിങ്ങൾ വളരുന്നത്, നിങ്ങളെ വളർത്തുന്നത് ആത്മീയമായ ഒരു പശ്ചാത്തലത്തിൻ്റെ കൂടി അറിവിലാണ്. ഇവിടെ ഇന്ന് അതിരൂപതയുടെ കീഴിലുള്ള ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും സംബന്ധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം മറ്റു പല തലങ്ങളിലും ലഭിക്കുന്നതിന് വ്യത്യസ്തമാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസം അറിവ് നൽകും. പക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മഹനീയമായ മറ്റൊരു കർത്തവ്യം തിരിച്ചറിവെന്നതാണ്. ആ തിരിച്ചറിവാണ് നമ്മളെ വഴിതെറ്റിക്കാൻ വരുന്ന ശക്തികൾക്കെതിരെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്മകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, വിവേകത്തോടുകൂടി നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അറിവിനെ തിരിച്ചറിവിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഭൗതികമായ വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചിന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒരു എഡ്യൂക്കേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്, നോളജ് റെവല്യൂഷൻ നടക്കുന്നു. നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഞങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠരൊക്കെ പഠിച്ച കാലഘട്ടത്തേക്കാൾ കൂടുതൽ അറിവും ശാസ്ത്രബോധവുമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്കുണ്ടാകും. പക്ഷേ അത് ലഭിക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള തിരിച്ചറിവിൻ്റെ ചില കുറവുകൾ നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏത് രംഗത്തും അത്ഭുതകരമായ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ആ ശാസ്ത്ര സാങ്കേതിക വളർച്ച ഉൾക്കൊള്ളുമ്പോൾ തന്നെ അവരെ ധാർമ്മികതയുടെ പശ്ചാത്തലത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ എങ്ങനെ കഴിയും? അതിന് ഭൗതികമായ വിദ്യാഭ്യാസത്തിന് മാത്രം പോരാ, അവിടെയാണ് ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയും പ്രേരണയും ഉണ്ടാകേണ്ടത്.
നിങ്ങൾ വളരുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത് ഭൗതികമായ വിദ്യാഭ്യാസം മാത്രമല്ല, നിങ്ങൾക്ക് ലഭിക്കുന്നത് ആത്മീയമായ ചിന്തയുടെ വിദ്യാഭ്യാസവും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് എത്രയോ ചുറ്റുപാട് നമ്മൾ നടക്കും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്നൊരു തലമുറയാണ് നമ്മൾ. ക്രിസ്തീയ വിശ്വാസത്തിന് അതിൻ്റേതായ ചില മഹത്വമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ച്, ലോകത്തെ ഏറ്റവും കൂടുതൽ എമ്പതിയെക്കുറിച്ച്, ലോകത്തെ ഏറ്റവും കൂടുതൽ സഹിഷ്ണുതയെക്കുറിച്ച് പഠിപ്പിക്കുന്നൊരു വിശ്വാസ പ്രമാണമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ലോകത്തെ ഏത് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തീയ മതത്തെ മാറ്റി നിർത്തുന്നത് നമുക്കറിയാം. ഹിംസാത്മകമായ ഒരു പ്രവർത്തനത്തിലൂടെ ഈ മതം കെട്ടിപ്പടുക്കാൻ ഒരു കാലഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. അഹിംസയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നു. സ്നേഹമെന്ന ചിന്തയെ, സ്നേഹമെന്ന വികാരത്തെ ഇത്രയും മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന, സഹിഷ്ണുതയെ ഇത്രയും ശക്തമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശ്വാസ പ്രമാണത്തിന്, ക്രിസ്തീയ വിശ്വാസത്തിനെ പോലെ തന്നെ മറ്റൊരു വിശ്വാസം നമുക്ക് കാണാൻ കഴിയില്ല. ആ ക്രിസ്തീയ വിശ്വാസത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹാനുഭൂതിയാണ്, എമ്പതിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇന്ന് നമുക്ക് വേണ്ടത് എമ്പതിയാണ്, ഇന്ന് നമുക്ക് വേണ്ടത് സ്നേഹമാണ്, ഇന്ന് നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ്, ഇന്ന് നമുക്ക് വേണ്ടത് ധാർമ്മികമായ മൂല്യമാണ്. ആ ധാർമ്മികമായ മൂല്യത്തിൻ്റെ, ആ എമ്പതിയുടെ, ആ സഹിഷ്ണുതയുടെ, ആ സ്നേഹം നമുക്ക് പകർന്നിട്ട് കൊടുക്കാൻ കഴിയണം. നമ്മൾ പഠിക്കുന്ന വിശ്വാസം, നമുക്കറിയാം, നമ്മൾ പകർന്നു കൊടുക്കുന്ന വിശ്വാസം എപ്പോഴും സാഹോദര്യവും സ്നേഹവും നിലനിർത്താൻ കഴിയണം. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരുടെ അല്ലെങ്കിൽ മതപിതാക്കന്മാരുടെ പ്രഭാഷണം നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ മനസ്സിലേക്ക് അവർ നൽകുന്ന വിദ്യാഭ്യാസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മതിന്മകളെ മനസ്സിലാക്കാൻ കഴിയുന്ന തിരിച്ചറിവിൻ്റെ ഒരു വിവേകമാണ്. അതുകൊണ്ട് ആ തിരിച്ചറിവിൻ്റെ വിവേകവുമായി മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് ഒട്ടേറെ പ്രതീക്ഷയുണ്ട്, ചെറുപ്പക്കാരെക്കുറിച്ച് ഒട്ടേറെ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ സമൂഹത്തിൻ്റെ സ്വപ്നമാണ്, നിങ്ങൾ സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ്. ആ സ്വപ്നത്തിൻ്റെയും പ്രതീക്ഷയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉയരാൻ കഴിയണം. സ്വപ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പരിമിതമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതല്ല. നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം. സ്വപ്നം കണ്ട പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് നമുക്കറിയാം, നിങ്ങളിൽ പലരും ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, നിങ്ങളിൽ പലരും ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ലോക ഫുട്ബോളിലാണ്. ലോക ഫുട്ബോൾ കാണാത്ത ഒരു ചെറുപ്പക്കാരും വൈദിക ശ്രേഷ്ഠരുൾപ്പെടെ ഉണ്ടാകുന്നറിയില്ല. ഒട്ടേറെ ഇഷ്ടപ്പെട്ട താരങ്ങളുണ്ട്, ഒട്ടേറെ ഇഷ്ടപ്പെട്ട ടീമുകളുണ്ട്. അർജൻറ്റീന പോലെ, ബ്രസീൽ പോലെ, ഫ്രാൻസ് പോലെ, ജർമ്മനി പോലെ, സ്പെയിൻ പോലെ, ഇംഗ്ലണ്ട് പോലെ ലോക ചാമ്പ്യൻഷിപ്പിൽ നമുക്കറിയാം, ഇത്രയും നാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ലോക ചാമ്പ്യൻഷിപ്പിൽ ഫുട്ബോൾ മത്സരത്തിൽ ലോക ചാമ്പ്യനാകാൻ കഴിഞ്ഞിട്ടുള്ളത് പരിമിതമായി 8 ടീമുകൾ മാത്രമാണ്. അങ്ങനെയുള്ള ശക്തമായ ടീമുകളുടെ സാന്നിധ്യമുള്ള ലോക ഫുട്ബോളിൽ നമുക്കൊക്കെ ചില ടീമുകളെക്കുറിച്ച് നമുക്ക് ചില സ്നേഹങ്ങളുമൊക്കെയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയെ പിടിച്ചു നിർത്തി അവസാന നിമിഷത്തിൽ ഒരു സെൽഫ് ഗോൾ കൊണ്ട് അർജൻറ്റീനയ്ക്ക് ജയിക്കേണ്ട സാഹചര്യമുണ്ടാക്കിയത് കമ്പോ വെറാഡോ എന്ന് പറയുന്ന കേവലം 5.5 ലക്ഷം ആളുകൾ പാർക്കുന്ന ഒരു ദ്വീപിൽ നിന്ന് വന്ന ടീമാണ്. ഞാൻ ആ ടീമിൻ്റെ ചരിത്രം കഴിഞ്ഞ ദിവസം പുസ്തകങ്ങളിലൂടെയും അതുപോലെ ലേഖനങ്ങളിലൂടെയും വായിച്ചു. അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കഴിവെന്താ? ലോക ചാമ്പ്യന്മാരുടെ മുന്നിൽ അവരാദ്യമായി സ്പെയിനുമായി ഏറ്റുമുട്ടി. ലോക ചാമ്പ്യനായിരുന്നു, സ്പെയിനിനെ അവർ സമനിലയിൽ തളച്ചു. പരാജയമില്ലാതെ അവർ കടന്നു വന്നു. കഴിഞ്ഞ ദിവസം ലോക ചാമ്പ്യന്മാരുമായ അർജൻറ്റീനയുമായി ഏറ്റുമുട്ടിയപ്പോൾ കാണാനിരുന്നവർ പലരും ദയനീയമായി അവർ തോക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവർ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹൃദയം വികാരത്തോടു കൂടി അവരെ ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ പുസ്തകം അവരെക്കുറിച്ച് വായിച്ചപ്പോൾ അവരുടെ തേങ്ങങ്ങൾ പറഞ്ഞത് ലോക ഫുട്ബോളിനെക്കുറിച്ച് ഞങ്ങൾ സ്വപ്നം കണ്ടു എന്നതാണ്. അപ്പോൾ സ്വപ്നം കാണാനുള്ള കഴിവുണ്ടാകണം. നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള കഴിവുണ്ടാകണം. സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ ഏത് നക്ഷത്രത്തിലും എത്തിച്ചേരാൻ കഴിയും എന്നതാണ് സിദ്ധാന്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾ നാളെയുടെ സ്വപ്നമാണ്. നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ താളിൽ നിന്നുകൊണ്ട്, സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട്
സദാചാര ബോധത്തിൻ്റെ നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് കാണുന്ന അസ്വസ്ഥതകൾക്കെതിരെ, ഇന്ന് കാണുന്ന തിന്മകൾക്കെതിരെ അറിവിലൂടെ മാത്രമല്ല തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് വിവേകമുണ്ടാക്കി നിങ്ങൾക്ക് സമൂഹത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നല്ല മാതൃകാ പുരുഷന്മാരായി വളർന്നു വരാൻ KCYM-ൻ്റെ ഈ പരിശീലന തലത്തിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുക മാത്രമല്ല സാധിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കാരണം ഇത്രയും വൈദിക